ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ ഞങ്ങൾ വന്നിരിക്കുന്നത് പൂക്കോട്ടുംപാടം കതിർ ഫാമിലേക്കാണ്. അതിൻ്റെ കവാടമാണ് ഈ കാണുന്നത്. അപ്പോൾ ഈ കതിർ എന്നുള്ള ഈ ബോർഡ് കണ്ടില്ലേ, ഇവിടെ തന്നെയാണ് ഞങ്ങളുടെ തുടക്കം. ഈ വീഡിയോ പുതിയതായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താഴെ കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് അമർത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങൾ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് ഈ കമൻറ്റിലൂടെ അറിയിക്കുക. അപ്പോൾ നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് ഈ കതിർ ഫാമിൻ്റെ എൻട്രിങ്ങിലാണ്. ഇതാ അപ്പോൾ ഇവിടെ എന്തല്ലോ നമ്മൾ പഴയ കാലത്ത് ഉപയോഗിക്കുന്ന ഓരോ ഉപയോഗങ്ങൾ സാധനങ്ങളൊക്കെ ഉണ്ട്. ഇപ്പം എങ്ങനെ നമ്മൾ നടന്നു പോകുന്ന എടുക്കാൻ പൊന്നോ? ഇവിടെ പഴയ സാധനങ്ങളൊക്കെ നമ്മൾ പണ്ടത്തെ കാലത്തെ സാധനങ്ങളൊക്കെ അതൊക്കെ ഒരു ചുമരുമ്പോ ഇങ്ങനെ പതിച്ചു വെച്ചിട്ടുണ്ട്. ഇവിടെ കിണറുണ്ട്. പിന്നെ എന്തൊക്കെ ഉള്ളത്? പിന്നെ കിണർ തൊട്ടും കയറും. പഴമ ഒരു പഴമ ഇങ്ങനെ നമ്മളെ നിലനിർത്തിക്കൊണ്ട് ഒലക്കയുണ്ട്. ഓലക്കല്ല, ഉലക്ക. പിന്നെ നമ്മൾ പോകുന്നത് അവിടുത്തെ പാട് ചെറിയ ഒരു വഴിക്കൂടി പോകുന്നുണ്ട്. ഇവിടെ ഇങ്ങനെ ഇതിലിങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ചെറിയ ചെറിയ ഇതാണ് കുളമുണ്ട്. ഈ കുളത്തിൽ മീൻ വളർത്തുന്നുണ്ട്. അത് ആ മീൻ ഇവിടെ തന്നെ നമുക്ക് അവർ വെച്ച് മറ്റേ ഫ്രൈ ചെയ്ത് തരും. എന്താ പറയുക, മീൻ പൊള്ളിച്ചതുണ്ട്. പിന്നെ കാണുന്നത് കണ്ടോ, അവിടെ ഇങ്ങനെ കാണുന്നൊരു ഹട്ട്. ഈ ഹട്ടിലൊക്കെ നമുക്കിങ്ങനെ പോയി കറങ്ങിപ്പോരാം. അവിടെ ഈ കുളത്തിൽ പല മീനുകളുണ്ട്. ഇവിടെ കുട്ടികൾക്ക് കളിച്ചാനും പാർക്കൊക്കെ ഉണ്ട് കേട്ടോ. പാർക്കൊക്കെ കുറച്ചും കൂടി നടന്നങ്ങ് പോകണം. അപ്പം ഞങ്ങൾ ആദ്യം ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് പാർക്കൊക്കെ പോകാമെന്നാണ് കരുതിയിട്ടുള്ളത്. ഈ പാടത്തിൽ മറ്റേ കതിർ ഫാം എന്ന് പറഞ്ഞതുപോലെ തന്നെ ഇവിടെ കതിറും നെല്ലൊക്കെ ഉണ്ടാകലുണ്ട്. ഇപ്പോൾ അത് ഉയ്തിട്ടിരിക്കണം. ഇതാ കണ്ടോ, ഈ പാടത്തിൽ നെല്ലുണ്ടാകലുണ്ട്. പിന്നെ ഇവിടെ നല്ല ഭംഗിയുള്ളൊരു കാഴ്ചകളാണ് കാണുന്നത്. അടിപൊളി സ്ഥലമാണ്. ഈ വീടിൻ്റെ മുകളിൽ നിന്ന് കാണാനും നല്ല പാടത്ത് നിന്ന് നിൽക്കണ മാതിരിയാണ് ഞങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത്. അത് മാത്രമല്ല, ഈ ഫുഡ് ഇവിടെ ഉള്ള ഫുഡുകളൊക്കെ കഴിക്കാൻ വേണ്ടി നമുക്ക് ഓരോ സ്ഥലങ്ങളിൽ ഹട്ടുകളും ഉണ്ട്. നമുക്ക് വ്യത്യസ്ത സ്ഥലങ്ങളിൽ പോയി നമുക്ക് ഫുഡ് കഴിക്കാം. ഇവിടെ വരാൻ അധികം ചിലവൊന്നുമില്ല കേട്ടോ. ആകെ കുട്ടികളൊക്കെ പോരുകയാണെങ്കിൽ ഒരാൾക്ക് 20 രൂപ വരുന്നുള്ളൂ. അത് മുതിർന്നവർക്ക് ടിക്കറ്റും വേണ്ട. നമ്മുടെ കൂട്ടത്തിൽ ഞങ്ങൾ മൂന്ന് കുട്ടികളുണ്ടായിരുന്നു, വലിയ 2 ആൾക്കാരും. വേണ്ട ഇതൊരു ഈ എന്താ ബോട്ടോ തോണിയോ എന്താണ് ഇത് കുഞ്ഞോ? ഷിപ്പോ. ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് ഫുഡൊക്കെ കഴിക്കാനുള്ളൊരു സെറ്റപ്പാണ് ഇവർ ഉണ്ടാക്കിയിട്ടുള്ളത്. ഒരു അടിപൊളി സെറ്റപ്പാണ്. നമുക്ക് ഇവിടെ നിന്നിട്ട് ഫോട്ടോ എടുക്കാം. ഇതിൻ്റെ ഉള്ളിൽ കുറേ സീറ്റ് കണ്ടോ, കുറേ ഇരിക്കാൻ. ഇവിടെയൊക്കെ ഇരുന്നിട്ടാണ് ആൾക്കാർ ഫുഡ് കഴിക്കാറ്. ഇതിങ്ങനെയൊന്നും അല്ല. ഇത് ശരിക്ക് വൈകുന്നേരം ആണെന്നുണ്ടെങ്കിൽ ഇവിടെ നല്ല തിരക്കായിരിക്കും. ഞങ്ങൾ ഇന്ന് അവധി ദിവസമായതുകൊണ്ട് ഞങ്ങൾ രാവിലെ പോന്നു. രാവിലെ പോരാൻ കാരണം ഉച്ച കഴിഞ്ഞാൽ ശരിക്ക് മഴ ഉണ്ടാവും. അപ്പോൾ രാവിലെ ഇറങ്ങിയതാണ്. അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് കുറേ ഫോട്ടോ ഒക്കെ എടുത്തിക്കണ്. ഇവിടെ നല്ല രസമാണ്. ബോട്ടൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഈ കാണുന്നത് ഈ മറ്റേ ഈ കുളമല്ല, ഒരു മറ്റേത് അതിലൂടെ നമുക്ക് ബോട്ട് സർവീസൊക്കെ ഉണ്ട്. ബോട്ട് നമുക്ക് എടുത്ത് നമുക്ക് ബോട്ടിലൂടെ യാത്ര ചെയ്യാം. പിന്നെ അത് കഴിഞ്ഞ് തോണിയുണ്ട്. ഇവിടെ ഒരു അടിപൊളി ഒരു പാലം, തൂക്കുപാലാണ് ഇത്. നമ്മളിങ്ങനെ ആടി ഇങ്ങനെ പോകണം. നല്ല രസമുള്ള പാലാട്ടോ. അതെപ്പോഴാണ് ഇപ്പം ഞങ്ങൾ പോയി അതിൽക്കൂടെയൊക്കെ പോകലുണ്ട്. ഇപ്പോൾ ഇവിടുത്തെ ബോട്ടിലൊന്നും അധികം ആൾക്കാർ കയറലില്ല. അവിടെ കുറേ ബോട്ടിൽ വെള്ളമൊക്കെ നല്ലോണം കയറിയിട്ടുണ്ട്. എന്തായാലും ഇവിടെ കുറേ ആൾക്കാർ കയറലൊക്കെ കാണുന്നുണ്ട്. അടിപൊളി സ്ഥലമാണ്. നിങ്ങളും വന്ന് കാണണം കേട്ടോ. ഇവിടെ വരുന്നോലുണ്ടോ, ഇവിടെ ഈ ചുറ്റുവട്ടത്തിൽ കൂടെ വരുന്നവർക്കൊക്കെ വന്ന് കാണാൻ പറ്റിയൊരു സ്ഥലമാണ്. അധികം ചിലവൊന്നുമില്ല. ഇതാ ബോട്ടൊക്കെ വിശ്രമത്തിലാണ്. വൈകുന്നേരം ഇതൊക്കെ നല്ല മറ്റേ ഇതിലാവും, തിരക്കാവും. ഇനി നമുക്ക് കുട്ടികൾ കളിക്കുന്ന സ്ഥലത്തിലേക്ക് വന്നു. ഇതാ ഇവിടെ കുട്ടികൾ ഊഞ്ഞാലാടാണ്. പൊന്നും സീതുവാണിത്. അടിപൊളി സ്ഥലമാണ്. ഇവിടെ ഞങ്ങൾ സീസോ കളിച്ചാട്ടോ. ഇവിടെ പാർക്കുകളും കുറേ ഗുഹയും പിന്നെ ഉയരാനും അടിപൊളി പാർക്കുകളാണ്. പിന്നെ അത് മാത്രമല്ല, കുതിര സവാരി ഉണ്ടാകലുണ്ട്. വൈകുന്നേരം കുതിര ഉണ്ടാകലുണ്ട്. കുതിരയിൽ യാത്ര ചെയ്യാം. പിന്നെ ഇതുമ്പോ ഒരു സാധനം ഉണ്ട്. അതിന്റെ മേലേക്ക് നമ്മൾ പിടിച്ച് കയറും. അത് താഴത്തെ വീട്ടിൽ കൊടുക്കണേ. ഇതാണ് ആ സാധനം. നമ്മൾ മേലെ കയറി നിൽക്കാം. അത് എന്താ പറയാ, വ്യൂ എന്താ പറയാ,
അപ്പോൾ ഇവർ ഊഞ്ഞാലാട്ടി കൊടുക്കുന്നത് ഞാനാണ്. ഇവർക്ക് ഊഞ്ഞാലാടം തന്നെ. അപ്പോൾ ഞാൻ നല്ലോണം സ്പീഡിലൊന്ന് ആട്ടി കൊടുത്തു. ഞങ്ങൾക്ക് നല്ല പേടിയായിട്ടോ, നല്ലോണം പേടിയായി. ഉയരത്തേക്ക് ഇങ്ങനെ പോകുമ്പോൾ നല്ല പേടിയായി. പിന്നെ ഇതാ കുട്ടികൾക്ക് മറ്റേ തോണിയിൽ പോകാനല്ലേ, കുട്ടികൾക്ക് എന്താണ് എന്തിൽ പോകാനാണ്, ബോട്ട് പോകാനല്ലേ? ചെറിയൊരു ബോട്ടാണ് ഇവിടെ കുട്ടികളൊക്കെ കളിക്കാം. അപ്പോൾ ഇവിടെ എന്താ ഞങ്ങൾക്ക് ആഗ്രഹം ഇതിൽ കയറാം. 2 ഉള്ളൂ ഞങ്ങൾക്ക്, പിന്നെ വേണ്ടാന്ന് എഴുതിയിട്ടാണ്. പിന്നെ ഇവിടെ എടുത്ത് പറയാനുള്ളത് ഇവിടുത്തെ ഫുഡാണ്. ഇവിടുത്തെ ഫുഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, താറാവ് ഉണ്ട്, താറാവ് റോസ്റ്റ് ഉണ്ട്, പിന്നെ എന്താ മീൻ പൊളിച്ചത്, മീൻ പൊള്ളിച്ചത്, പിന്നെന്തല്ലേ പറയും, പിന്നെ പൊറാട്ട, പിന്നെന്താണ് കപ്പ, പൂരി, എല്ലാ സാധനങ്ങളും ഉണ്ട്. അടിപൊളിയായിട്ട് ദാദാ ഇതൊക്കെ ഭക്ഷണം കഴിക്കാനുള്ള ഓരോ ഹട്ടുകളാണ്. ഓരോരുത്തർക്ക് ഓരോ ഏരിയകളിൽ നിന്ന് ഭക്ഷണം കഴിക്കാം. ഞങ്ങളും ഭക്ഷണത്തിന് ഓർഡർ ചെയ്തിട്ടുണ്ട്. സമയമാകാൻ കാത്തിരിക്കുക ഞങ്ങൾ ഓർഡർ ചെയ്തിട്ട്. പിന്നെ ഇവിടെ അലിഗേറ്റർ ഉണ്ട്. ഇവിടെ ഇങ്ങനെ എടുത്ത് അലിഗേറ്ററോടെ അലിഗേറ്ററിൻ്റെ അടുത്തേക്ക് പോലെ ഈ കാണുന്നതാണ് അലിഗേറ്റർ. ഇതാണ് അലിഗേറ്റർ എന്ന് പറയുന്നത്. വലിയതാണ്. വലിയതൊന്നല്ല, അധികം വലിപ്പമൊന്നുമില്ല, അത് ചെറുതാണ്. ഇതൊക്കെ ഒരുപാട് വലുതാകേണ്ട സാധനമാണ്. പിന്നെ ഇത് ചെറിയൊരു എന്താ ഒരു കളാക്കി ഉണ്ടാക്കിങ്ങാണ്ട് അതിലാണ് ഇട്ടിക്കണേ. നല്ല രസമുണ്ട്, പായലൊക്കെ വിരിച്ചിട്ട് കണ്ട്. പൊന്നും മോളും ഇപ്പോൾ അതിൻ്റെ മുകളിൽ കയറി. മുകളിൽ നിന്ന് കാഴ്ചകൾ നമുക്ക് ശരിക്കും ചുറ്റുവട്ടത്തെ കാഴ്ചകളൊക്കെ ഇങ്ങനെ വീക്ഷിക്കാം. ഞാൻ ഇതിന്റെ മുകളിൽ കണ്ടപ്പോ കേറിയപ്പോ ഭയങ്കര വെയിലാണ് കേട്ടോ ഗൈസ്. തലൊക്കെ പൊള്ളി ആകത. ഇതാണ് ഞാൻ അവിടുന്ന് എല്ലാ വീഡിയോ എടുത്താണ്. എങ്ങനെ ഉണ്ടെന്ന് പറയണേ. നല്ല രസമാണ് മേലെന്ന് ഇങ്ങോട്ട് കാണാൻ. ഇതൊക്കെ കുതിര പോകുന്ന സ്ഥലങ്ങളാണ്. ആ വള്ളത്തിന് ചുറ്റിലൂടെ കഴിക്കാനും കുതിര സവാരി നടക്കാറുള്ളത്. കുതിര ഇപ്പോൾ വൈകുന്നേരം ആയതുകൊണ്ട്, രാവിലെ ആയതുകൊണ്ട് കുതിരനെ ഒഴിച്ച് മാറ്റി നിർത്തിയിരിക്കുകയാണ്. ഞാൻ ആദ്യം കുതിര പുറത്തൊക്കെ കേറാൻ പേടിയാണ്. ഇച്ചിപ്പോ പേടില്ല. ഇത് ഞങ്ങളെ ചുറ്റുവട്ടത്തായതുകൊണ്ട് ഞങ്ങൾ ഇടക്കിടക്ക് വരാറുള്ള സ്ഥലമാണ്. വൈകുന്നേരങ്ങളിലൊക്കെ ഇപ്പോൾ മഴക്കാലം ആയതുകൊണ്ട് ഞങ്ങൾ ഇന്നിപ്പോൾ രാവിലെ വന്നു. ഇവിടെയൊക്കെ ഭയങ്കര തിരക്കായിരിക്കും. ഇതേമാതിരി ഊഞ്ഞാലിൽ കളിക്കാനൊക്കെ തിരക്കായിരിക്കും. കുട്ടികൾക്ക് സീറ്റൊന്നും കിട്ടില്ല കളിക്കാൻ. അതിങ്ങനെ കാത്തിരിക്കണം. ആരാ ഒഴിഞ്ഞ് മാറുന്നത്. ഇതാ ഉതിരാനുള്ള സ്ഥലങ്ങളുണ്ട്, മറ്റേ ഇതൊക്കെ ഉണ്ട്. ഇവിടെ അടുത്ത് പൂക്കോട്ടുംപാട് ആയതുകൊണ്ട് ഞങ്ങൾ എന്നും വരാറുണ്ട്. ഇടയ്ക്കിടയ്ക്കൊക്കെ മഴയൊക്കെ ആയതുകൊണ്ട്. പിന്നെ ഇവിടെ വൈകുന്നേരം വന്ന തിരക്കാണ്. അപ്പം ഞങ്ങൾ എന്നും രാവിലെ അല്ലെങ്കിൽ വൈകുന്നേരമൊക്കെ വരാറ്. വൈകുന്നേരം വന്നാൽ നല്ല രസമായിരിക്കും. ലൈറ്റൊക്കെ ഇട്ടിട്ട് ഭയങ്കര രസമായിരിക്കും. പിന്നെ ആളുകളൊക്കെ ഇഷ്ടംപോലെ ഉണ്ടാവും. ഈ ഹട്ടുകളിലൊക്കെ ആൾക്കാർ ഫുഡും കഴിച്ച് ഒരുവിധം ഒരുപാട് ആൾക്കാരൊക്കെ ദൂരത്തുനിന്ന് വന്നാലൊക്കെ ഉണ്ടാവും. ആദ്യം ഞങ്ങൾ മാത്രമുള്ളൂ. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ കുറച്ച് ആൾക്കാർ ഇങ്ങനെ വരുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ ഓർഡർ ചെയ്ത ഞങ്ങൾക്കുള്ള ഭക്ഷണം എത്തി. ചപ്പാത്തിയും പിന്നെ കോഴിക്കറി, അടിപൊളി ഫുഡ്. ഇതാണ് അവിടുത്തെ ക്യാൻറ്റീൻ. ക്യാൻറ്റീനിൽ നമുക്ക് അവിടുത്തെ വിഭവങ്ങളൊക്കെ ഒന്ന് എന്തൊക്കെ വിഭവങ്ങളുള്ളതെന്നൊക്കെ കാണാൻ ബോർഡൊക്കെ എഴുതി വെച്ചിരിക്കണേ ഏതൊക്കെ ഉള്ളത് എന്നൊക്കെ. അങ്ങനെ സീത ഓടി വരുന്നുണ്ട്. അവന് കളിച്ചിട്ട് ഇങ്ങോട്ട് ഫുഡ് എത്തിന്ന് പറഞ്ഞപ്പോൾ അതിക്കൂടി ഇതിൽ കൂടി വണ്ടി നടക്കാണ്. ഇതാണ് അവിടുത്തെ മെനു. അത്രയും വിഭവങ്ങൾ ഇവിടെ ഉണ്ട്. ചപ്പാത്തി പൊറോട്ട കുറെ സാധനങ്ങൾ നിങ്ങൾക്ക് വന്നിട്ട് നിങ്ങൾക്ക് പള്ളറച്ചു പോവാം. ഇതൊക്കെ കൂടുതലും വൈകുന്നേരങ്ങളിലാണ് ഉണ്ടാകുക. രാവിലെ കുറവായിരിക്കും. ഇതുണ്ടോ കാട, താറാവ്, ചിക്കൻ ചില്ലി, എന്താ ഗോബി ചില്ലി, ഒരുപാട് ഐറ്റംസ് ഉണ്ട്. അങ്ങനെ അടുത്തതാണ് ഈ ഒരു പാലം മാതിരിയാണ് കേട്ടോ ഇത്. ഇവിടെ മുങ്ങിയിട്ടില്ലേനു. അവിടെ ഒരു പാറണ്ട, മറ്റേ എന്താണ് പറയുക, വീട് പോലെ കാണുന്നിടത്ത് ഒരു പാറമ്പലാണ് അത്. പക്ഷെ ആ പാറ ഇപ്പം മൂടി. അതോടെ ഞങ്ങൾക്ക് അവിടേക്ക് പോകാൻ പേടിയാണ്. പിന്നെ ഇവിടെ വന്നു കാണിതാ ഇവിടെയൊക്കെ ആൾക്കാർക്ക് വന്നു കണ്ടൊക്കെ വിശ്രമിക്കാനുള്ള ഓരോ സ്ഥലങ്ങളുണ്ട്. ഇവിടെ ഇരിക്കാനുള്ള സ്ഥലങ്ങളുണ്ട്. ഇവിടെ ഇങ്ങനെ ഇരുന്ന് പ്രകൃതി ഇങ്ങനെ എന്താ നാച്ചുറൽ പ്രകൃതി ഇങ്ങനെ ആസ്വദിച്ച് പോവാം. ഇവിടെ കണ്ട ഒരു സ്റ്റേജ് മാതിരി. പിന്നെ ഇവിടെ തന്നെ ഈ കുളത്തിൽ വളർത്തുന്ന മീനുകളുണ്ട്. മീനുകളൊക്കെ പിടിക്കുന്നതും വല കൊണ്ട് വന്ന് പിടിക്കുന്നതും അത് പിടിച്ച് നമുക്ക് അവിടെ നിന്ന് തന്നെ മറ്റേ നമുക്ക് ഫ്രൈ ചെയ്ത് തരും. ഫ്രൈ ചെയ്തിട്ടും മറ്റേ പൊള്ളിച്ചൊക്കെ തരും.
ഇവിടുത്തെ ഫുഡൊക്കെ നല്ല അടിപൊളിയായിരുന്നു. പിന്നെ ഇവിടെ ഞങ്ങൾ കുറേ ചുറ്റിക്കറങ്ങൊക്കെ. ഇതാണ് ആ തൂക്കുപാലത്തിലൂടെ ഇങ്ങനെ പൊല്ലും പോലും ഇങ്ങനെ നടന്നു പോകണം. അതിൻ്റെ ബേക്കിൽ ഞങ്ങൾ നടക്കുന്നുണ്ട്. ഇവിടെ കുലുങ്ങി കുലുങ്ങി ഞങ്ങൾ ഇങ്ങനെ പോകും. നല്ല രസം അധികം പോവാ. അപ്പോൾ വീണ്ടും ഓർമ്മിക്കാനുള്ളത്, ഈ വീഡിയോ അത്ര വലിയ വീഡിയോ അല്ലെങ്കിലും ഇത് ചെറിയൊരു വീഡിയോ ആണ്. നിങ്ങൾ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.